എന്നാലും അഖിൽമാരാറെ തീർത്തും മോശമായിപ്പോയി. എന്തൊക്കെ ആയിരുന്നു ബിൽഡപ്പുകൾ. ചീറ്റപ്പുലി നിലപാട് പറഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അണുകിട വ്യതിചലിക്കില്ല. സംഘികൾ എന്തെല്ലാം വാഴ്ത്തുപാട്ടുകളാണ് അഖിൽമാരാറെ കുറിച്ച് പറഞ്ഞിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ലൈവ് ഇട്ടു. ആ ലൈവ് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ഇത്രയും കാലം ആദ്യമായിട്ട് പറഞ്ഞ ഒരു വസ്തുതയായിരുന്നു. അതിനപ്പുറത്തേക്ക് എല്ലാം ഭാവനാസമ്പന്നമായിട്ടുള്ള കഥകളും ഇടതുവിരുദ്ധ മനോഭാവങ്ങളും ചില സംഘി സ്ക്രിപ്റ്റുകളും ഈ മൗത്ത് പീസിലൂടെ പുറത്തേക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ലൈവ് അത് നമ്മുടെ അതിർത്തിയിലെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് സംഘപരിവാറുകാരെ എല്ലാം തുറന്നു കാട്ടിക്കൊണ്ടും ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന ഫൗളുകളെ കുറിച്ചെല്ലാം അക്ഷരം പ്രതി ഒരു വാക്ക് അടർത്തി മാറ്റാൻ ഇല്ലാത്ത രീതിയിൽ കൃത്യം വിലയിരുത്തലായിരുന്നു. ആ വിലയിരുത്തൽ പുറത്തു വന്നതിന് ശേഷം പൊങ്കാലയോട് പൊങ്കാല എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സംഘികളെല്ലാം കൂടി ഉണർന്നു വന്ന് അഖിൽമാരാറെ കയറി അങ്ങ് മേയാൻ തുടങ്ങിയപ്പോ വീഡിയോയും ഡിലീറ്റ് ചെയ്ത് ഓടിയിരിക്കുകയാണ്. എന്തോന്ന് ചീറ്റപ്പുലിയുടെ ഒരു കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച ഒരു സ്റ്റെപ്പ് വെച്ചാൽ പിന്നെ ആ ചീറ്റപ്പുലി അവിടെ നനങ്ങാൻ പാടില്ല. നമ്മൾ ആരെയും ഭയപ്പെടില്ല, പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയുമെന്നൊക്കെ ഡയലോഗ് അടിച്ചതിന് ശേഷം എന്തിനാണ് അത് മുക്കിയത്? ആ വീഡിയോ പലരും ഇപ്പോൾ സെർച്ച് ചെയ്യുകയാണ്. അഖിൽമാരാർ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? പക്ഷെ ചില സത്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു കേട്ടപ്പോൾ